കമ്പമലയിലെ കാട്ടുതീ മനുഷ്യനിർമ്മിതമെന്ന് കണ്ടെത്തി. തീവച്ച തൃശ്ശിലേരി സ്വദേശി സുധീഷിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. കാട്ടുതീ അണച്ചിട്ടും കാട്ടുതീ പടർന്നതിനെ തുടർന്നാണ് സംശയമുണർന്നത്. കാട്ടുതീ പടർന്ന വിസ്തൃതി പരിശോധിക്കാൻ പോയ വാച്ചർമാരാണ് ഇയാളെ കണ്ടെത്തിയത്. കാട്ടിലെ കോടിക്കയറി ഇയാളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സാഹസികമായി പിടികൂടുകയായിരുന്നു. വയനാട് കമ്പമലയിൽ 2 തവണയും ഉണ്ടായ കാട്ടുതീ മനുഷ്യനിർമ്മിതമാണെന്നും സ്വാഭാവിക കാട്ടുതീയല്ലെന്നുമുള്ള സംശയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നു. കത്തിയമർന്ന വനഭൂമിയുടെ കണക്കെടുക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ രാവിലെ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് 500 മീറ്റർ ഇടവിട്ട് തീ പടർന്നതായി തിരിച്ചറിഞ്ഞത്. ഉദ്യോഗസ്ഥർ DFO മാർട്ടിൻ ലോവൽ അടക്കമുള്ളവരോട് സംശയമുന്നയിക്കുകയായിരുന്നു. അതിനിടെ വീണ്ടും കാട്ടുതീ പടർന്നപ്പോൾ ആരോ തീയിട്ട് പോകുന്നതാണെന്ന് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. കാട്ടിൽ നിന്നിറങ്ങുന്നയാളെ പിടിക്കാനായി വല വിരിച്ചു. പിലാക്കാവ് തൃശ്ശിലേരി സ്വദേശി സുധീഷാണ് തീയിടുന്നതെന്ന് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. ഉദ്യോഗസ്ഥരെ കണ്ടയുടൻ ഇയാൾ കാട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ആനക്കൂട്ടത്തിന് മുന്നിലെത്തിയിട്ടും രക്ഷപ്പെട്ടോടിയെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആനക്കൂട്ടത്തെ കണ്ട് പിൻവാങ്ങിയ ഉദ്യോഗസ്ഥർ കാട്ടിൽ അയാൾ ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലത്ത് കാത്തിരുന്ന് പിടികൂടിയപ്പോഴും ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഫെൻസിംഗ് കമ്പിയിൽ വലിച്ച് തള്ളിയിട്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവസാനം സുധീഷിനെ കസ്റ്റഡിയിലെടുത്തത്. കുറ്റം ഇയാൾ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ആത്മഹത്യ ചെയ്യാനാണ് കാട്ടിലേക്ക് കയറിയതെന്നാണ് പറയുന്നത്. ഇയാളെ നാളെ മാനന്തവാടി കോടതിയിൽ ഹാജരാക്കും. ഇയാളുടെ കയ്യിൽ ഭക്ഷണപ്പൊതിയുമുണ്ടായിരുന്നു. തീവച്ചതിന് പിന്നിൽ പ്രേരണയായി മറ്റാരെങ്കിലുമുണ്ടോ എന്ന സംശയവും വനംവകുപ്പിനുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടരും. അതേസമയം ഇയാളുടെ പേരിൽ 3 കേസുകൾ പോലീസിൽ നിലവിലുണ്ട്. പോലീസ് വലയിൽപ്പെടാതെ കാട്ടിൽ കറങ്ങി നടക്കുന്ന ഇയാൾ കാടിന് മൊത്തം തീവെക്കുമെന്ന് ഇടയ്ക്കിടെ വാച്ചർമാരോട് പറയാറുണ്ടെന്നും വനംവകുപ്പ് DFO മാർട്ടിൻ ലോവൽ പറഞ്ഞു. കൈരളി ന്യൂസ്, വയനാട്.